അതായത് തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ, അതായത് കൾച്ചർ ഫോറം കേട്ടോ, തൃശ്ശൂരത്തെ കൾച്ചർ ഫോറം, സെൻട്രലിലുള്ള കൾച്ചർ ഫോറത്തിൽ മതതീവ്രവാദികളെയും രാഷ്ട്രീയ വിരോധികളെയും ഈ പറയുന്ന തീവ്രവാദ പശ്ചാത്തലങ്ങളുള്ളവരെയും ഭീകരവാദികളെയൊക്കെ നിരീക്ഷിക്കാനായിട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടുള്ള ഒരു ക്യാമറ ഇവിടെ 5 എണ്ണം സ്ഥാപിച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് നോക്കണം, തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ സാഹിത്യ അക്കാദമിയിൽ ഈ ക്യാമറ സ്ഥാപിച്ചതിന് ശേഷം 3 വർഷമായിട്ട്, അതായത് 3 വർഷമായിട്ട് ഈ ക്യാമറ പ്രവർത്തിക്കുന്നില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടുള്ള ഈ ക്യാമറ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. കാരണം ഇപ്പോൾ എന്തുപറ്റി? ഭീകരവാദികൾ ഇല്ലാതായി പോയോ? രാഷ്ട്രീയ വിരോധികൾ ഇല്ലാതായി പോയോ? ഈ സാമൂഹികമായിട്ടുള്ള വിരോധികൾ ഇല്ലാതായി പോയോ? അല്ലെങ്കിൽ തീവ്രവാദികൾ ഇല്ലാതായി പോയോ? എന്തുകൊണ്ട് 3 വർഷമായിട്ട് ഈ ക്യാമറ ഈ പറയുന്ന പോലെ സർവീസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല? ലക്ഷങ്ങൾ മുടക്കിയതല്ലേ, ജനങ്ങളുടെ ടാക്സ് കൊണ്ടല്ലേ ഈ ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ളത്. ഈ ക്യാമറ ഇവിടെ സ്ഥാപിക്കേണ്ട ആവശ്യകത എന്തായിരുന്നു? മോഷണമായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കൾച്ചർ ഫോറത്തിൽ അധികാരത്തിൽ, അതായത് ജനങ്ങളൊരു അധികാരം കൊടുത്തിട്ടുണ്ടല്ലോ, ജനങ്ങളുടെ മുകളിലുള്ള അധികാരമല്ല കേട്ടോ, ജനങ്ങളൊരു അധികാരം കൊടുത്തിട്ടുണ്ടല്ലോ, ആ അധികാരം ദുർവിനിയോഗം ചെയ്ത് കൈയിട്ട് വാരാൻ വേണ്ടിയിട്ടാണോ ഇത് പണിതിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. കാരണം ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള ഇത് 3 വർഷത്തോളമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അറ്റ് എ ടൈം ഇവിടെ നിരീക്ഷണമില്ല. അപ്പം നിരീക്ഷണത്തിൻ്റെ ആവശ്യമല്ല ഇവിടെ ഈ ക്യാമറ സ്ഥാപിക്കുന്നതിനുള്ളത്. അഴിമതിയാണ്, മോഷണമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.